ഞാൻ 2019 മാരീഡായി. ദെൻ ബ്രോക്കൺ മാരേജിൽ കൂടെ കടന്നുപോയി. അങ്ങനെ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. സോ പാരൻസിൻ്റെ സകലമാന ഫിനാൻഷ്യൽ അസറ്റ്സും അതിലേക്ക് ഇന്ന് കേരളത്തിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന അതേ രീതിയിലുള്ള കുറേ അധികം കാര്യങ്ങളിൽ കൂടെ കടന്നുപോയി. 2020 ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയ ഒരാളാണ്. സോ ആ ഒരു ടൈമിൽ എന്നെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് ഇനിയും പാരൻസിനോട് പോയി ചോദിക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് ആലോചിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല. ഈവൻ എൻ്റെ പാരൻസ് വളരെ സപ്പോർട്ടീവാണ്. അവരെന്നെ ഹെൽപ്പും ചെയ്തേനെ. പക്ഷേ എനിക്ക് എൻ്റെ പാരൻസിന് ഭയങ്കര കൺസേൺ ആയിരുന്നു. ബിക്കോസ് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന എൻജിനീയറിംഗ് ഫീൽഡ് വിട്ടിട്ട് ഞാൻ വേറെ ഒരു ഫീൽഡിലേക്കാണ് വരുന്നത്. ആൻഡ് മോർ ദാൻ ഇവിടെ ആർക്കും അറിയാത്തൊരു ഫീൽഡ്. എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും ചോദിക്കുമായിരുന്നു, മോളെ ആ പഴയ ജോബിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യൂ, സൈഡിലായിട്ട് ചെയ്യൂ, എന്തിനാ ഇതിങ്ങനെ ഒരു ബിസിനസ് എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് ഇരിക്കുന്നതെന്ന്. ബട്ട് ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ബട്ട് ഈ പറഞ്ഞ പോലെയുള്ള ചലഞ്ചസ്, ഫിനാൻഷ്യൽ ചലഞ്ചസ് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്.